ഇന്നത്തെ കവിതാമൊഴിയിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കവിതയാണ്. രാമായണത്തിൽ നമുക്ക് ഒരുപാട് ആളുകളുടെ വാക്കുകളും അതുപോലെ ഉപദേശങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കേൾക്കാം. അതായത് ദശരഥ രാജാവിൻ്റെ, അതുപോലെ ശ്രീരാമൻ്റെ, സീതയുടെ, മഹർഷിമാരുടെ, നാരദമുനിയുടെ ഒക്കെ വാക്കുകൾ നമുക്ക് ആ രാമായണ പാരായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ലക്ഷ്മണന്റെ ഭാര്യയായ ഊർമിളയ്ക്ക് എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ലക്ഷ്മണന്റെ ഭാര്യ അങ്ങനെ അധികം സംസാരിക്കുന്നതായി രാമായണത്തിൽ നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. എന്തായിരുന്നു ഊർമിളയ്ക്ക് പറയാനുണ്ടായിരുന്നത്? ഈ കവിതയുടെ പേര് ഊർമിള എന്നാണ്. രാമായണത്തിലെ ഏടുകൾക്കപ്പുറം ഒറ്റയായി തീർന്നവളാണു ഞാൻ ഊർമിള. വാൽമീകി വാക്കാൽ വരച്ചു തീർക്കാത്തൊരു വേദനയാണു ഞാൻ ലക്ഷ്മണ പ്രേയസി. ഉള്ളുലയുമ്പോഴും കൊട്ടാരമുറ്റത്ത് യാത്രയാക്കുന്നെന്റെ പാതിയാം ജീവനെ ഈരേഴു വത്സരമപ്പുറം പിന്നെയും കണ്ടുമുട്ടാമെന്ന വാക്കിനാൽ എന്നെ തിരഞ്ഞൊന്നു നോക്കാതെ പോകുന്നു ലക്ഷ്മണ. ജ്യേഷ്ഠനയോർത്തുള്ള സ്നേഹതപസ്യയാൽ ഒരു തുള്ളി കണ്ണുനീർ വീണൊരയോധ്യയിൽ ഒരു ജന്മം തീരുന്നതറിയാതെ പോയി നീ. മാതാക്കളെ ഞാൻ ഏറ്റുവാങ്ങുന്നു നീ എന്നിലേൽപ്പിച്ച കർമ്മത്തിൻ സാഫല്യമേകുവാൻ. മാതാക്കളെ ഞാൻ ഏറ്റുവാങ്ങുന്നു നീ എന്നിലേൽപ്പിച്ച കർമ്മത്തിൻ സാഫല്യമേകുവാൻ. വൈദേഹി ചാരയുണ്ടെങ്കിലും എന്നെ നീ കൂടെ ക്ഷണിക്കുമെന്നെന്തിനോ ഓർത്തുപോയി. കാൽവരി വന്ദിച്ചു കാലം കഴിച്ചു ഞാൻ, കാൽനഖം പോലെ നീ എന്നെ തഴഞ്ഞുവോ. കാൽവരി വന്ദിച്ചു കാലം കഴിച്ചു ഞാൻ, കാൽനഖം പോലെ നീ എന്നെ തഴഞ്ഞുവോ. ഊർമിളയ്ക്കുണ്ടായിരുന്ന അന്തരാത്മാവിൽ പൂക്കാൻ കൊതിക്കുന്ന കൊച്ചു കിനാവുകൾ കാതങ്ങളോളം നീയുള്ളൊരോർമ്മയിൽ കാലം കരുതലായി കാത്തു സൂക്ഷിച്ചവ. ആടയും അങ്കലാവണ്യവും എന്തിനീ സ്നേഹതപസ്യയിൽ മാറ്റുകൂട്ടിയിടുവാൻ അന്തഃപുരത്തിൽ ഞാൻ എങ്ങനെ പോകണം. ആര്യനില്ലാതെ വിരഹമീ മേടകൾ ഉൾഗതിയുണ്ട് നിൻ കൂടെ ഗമിക്കുവാൻ. കണ്ണുകൾ നിന്നോട് യാത്ര ചോദിക്കവേ ഒരു മാത്ര പോലും പതിഞ്ഞതില്ലേ. മുഖം വിരഹക്കനലായി ചുവന്നതു കാണുവാൻ ഒന്നെന്നെ നോക്കാതെ പോയി നിൻ കണ്ണിലൻ ഹൃദയം പടർത്തിയ ദുഃഖം തെളിയവേ.